നമ്മൾ ഈ എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ് പാർട്ട് ടൈം ജോബ്. അപ്പോൾ ഈ MBBS ആണ് പഠിക്കുന്നത്. അപ്പോൾ MBBSൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിരുന്നോ? അതോ ലൈക്ക് അവിടെ ലീഗലാണോ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഫൺ ഫാക്റ്റ് പറയാന്നുണ്ടെങ്കിൽ റഷ്യൻസിന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഫുട്ബോളുള്ള കാര്യം അവർക്ക് അറിയില്ല. അപ്പോൾ ആ കോച്ച് പറഞ്ഞത് നിന്നെ കൊണ്ട് കളിക്കാൻ പറ്റില്ല, ഇന്ത്യൻസ് ഫുട്ബോൾ കളിക്കില്ല, ഫുട്ബോൾ കളിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളികളല്ലേ, അതിൻ്റെതായിട്ടുള്ള ഭാഷയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നു കളിച്ചു. റഷ്യയിലൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ബേസിക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ വേണ്ടി വരുന്ന ഒരു എക്സ്പെൻസ് എത്രയായിരിക്കും മന്ത്ലി? ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. ഹലോ ആൻഡ് വെൽക്കം ടു ഡോക്ടർ പോഡ്കാസ്റ്റ് ബൈ മെവെക്സ് മെൻറ്റർ. അപ്പോൾ നമ്മുടെ ഇപ്പം കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ഹാനയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ അംജദാണ്. ഹായ് ഡോക്ടർ, വെൽക്കം ടു ഡോക്ടർ പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡോക്ടർ റഷ്യയിലെ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഡോക്ടറുടെ യൂണിവേഴ്സിറ്റി ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ചത് റഷ്യയിൽ തന്നെ വ്ളാഡിവോസ്റ്റോക്ക് എന്ന സിറ്റിയിലുള്ള ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. ഫെഫ് എന്ന് പറയും ചുരുക്കത്തിൽ. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു യൂണിവേഴ്സിറ്റി ലൈഫ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഓവറോൾ എവറിത്തിങ് ഗുഡ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഈ ഒരു 6 വർഷത്തിനുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള ഒരാളാണ്. എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ഈ ഒരു 6 വർഷം കൊണ്ട് നേടാൻ പറ്റിയിട്ടുള്ളത്? അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പറയാനുണ്ട്. കുറച്ചല്ല, കുറച്ചധികം. കുറച്ചധികം ഇല്ല, കുറച്ച് പറയാനുള്ളൂ. ഞാനിവിടെ സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞു, റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ചേരാനുള്ള മാർക്ക് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ അബ്രോഡ് പോകാനുള്ള ഡിസിഷനിലോട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങ് പോവാൻ നമ്മൾ ഫ്രണ്ട്സൊക്കെ സെയിം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. മൊർഡോവയിൽ ഉണ്ടായിരുന്നു, ഫെഫുവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫെഫുവിലുള്ള ഫ്രണ്ട്സ് തന്നെ നീ അങ്ങ് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതിനനുസരിച്ച് നമുക്ക് കുറേ, ഒന്നാമത്തെ കാര്യം ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്ന യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ക്യാപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എല്ലാ രീതിയിലും സ്റ്റാർ ആവാൻ പറ്റും. എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്പോർട്സിൽ ആക്റ്റീവായിരുന്നു, ഫുട്ബോൾ കളിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്നും കൂടി പറയുമ്പോൾ നമുക്ക് ഈ 6 കൊല്ലം അവിടെ ജീവിക്കണം. ഇപ്പോൾ എഡ്യൂക്കേഷൻ മാത്രമായിട്ട് നമ്മൾ അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ എന്താ പറയുക, 6 വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളാകെ വേറൊരാൾ തന്നെ ആയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സൈഡിൽ കൂടെ എന്തെങ്കിലും പാഷനായിട്ട് കൊണ്ടുപോകാൻ വേണം. അപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോളും പിന്നെ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു, സൈക്ലിങ് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ആ ഒരു ഫെസിലിറ്റീസ് എല്ലാം അവിടെയുണ്ട്, പഠിക്കാനും പറ്റും, പിന്നെ വേറെ ബോധറാവേണ്ട കാര്യങ്ങളൊന്നുമില്ല, പാഷൻ ട്രൈ ചെയ്യാം, പിന്നെ നമുക്ക് സൈക്ലിങ് ചെയ്യാം, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട്. ഫോറിൻ കൺട്രി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്കുണ്ട്. അപ്പോൾ ഞാനത് അവിടെ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ അവിടുത്തെ ഫെഫു നാഷണൽ ഫുട്ബോൾ ടീമിൽ കയറി. നമ്മൾ ഒരു ഫൺ ഫാക്റ്റ് പറയാന്നുണ്ടെങ്കിൽ റഷ്യൻസിന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഫുട്ബോളുള്ള കാര്യം അവർക്ക് അറിയില്ല. അവർ വിചാരം നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് ചെന്ന സമയത്ത് ഞാൻ കുറച്ച് ഫാറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു ഫാറ്റ് തന്നെ അന്നും ഉണ്ടായിരുന്നു ചെന്ന സമയത്ത്. അപ്പോൾ ആ കോച്ച് പറഞ്ഞത് നിന്നെ കൊണ്ട് കളിക്കാൻ പറ്റില്ല, ഇന്ത്യൻസ് ഫുട്ബോൾ കളിക്കില്ല, ഫുട്ബോൾ കളിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതാക്കി. നീ മെഡിസിൻ അല്ലേ പഠിക്കുന്നത്, മെഡിസിൻ സ്കൂളിൽ നിന്ന് ആരും സ്പോർട്സ് കൗൺസിലിൻ്റെ ഇങ്ങനത്തെ ട്രെയിനിങ്ങിലോട്ട് വരുന്നില്ല, ആരും ഗെറ്റ് സെലക്റ്റഡ് ആവുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് വാശിയായിരുന്നു, നമുക്ക് എങ്ങനെയെങ്കിലും ടീമിൽ കയറണം എന്നുള്ള വാശിയിൽ. നമ്മൾ മലയാളികളല്ലേ, അതിൻ്റെതായിട്ടുള്ള വാശികളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നു, കളിച്ചു, അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തു ഇന്ത്യൻസ് ഫുട്ബോൾ കളിക്കാൻ അറിയാമെന്ന് പ്രൂവ് ചെയ്ത് കൊടുത്തു. ടീമിൽ നെക്സ്റ്റ് സെമസ്റ്റർ തന്നെ ഞാൻ ടീമിൽ കയറി. അങ്ങനെ ടീമിൽ കയറി കളിച്ചു. മോസ്കോ, സെൻറ്റ് പി, ക്രിമിയ, കസാൻ, അങ്ങനെ കുറേ സ്ഥലത്ത് അവർ കളിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഞാൻ പേര് വന്നു. ആദ്യത്തെ ഇന്ത്യൻ സിറ്റിസണാണ് അവിടുത്തെ റഷ്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൽ കളിക്കാൻ പറ്റിയ, സ്റ്റുഡൻസ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കാൻ പറ്റിയ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു. അപ്പോൾ താങ്ക് ഗോഡ്. അപ്പോൾ അതൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ എൻ്റെ പേരിൽ 2 റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ട് റഷ്യയിൽ. ഞാൻ ഓർത്തോപീഡിക്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ സ്പോർട്സ് ആണല്ലോ മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് സംതിങ്. അപ്പോൾ ഓർത്തോപീഡിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആ പ്രൊഫസറെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അതിനോടൊരു ക്രേസ് തോന്നി. അങ്ങനെ ഞാൻ
പ്രൊഫസറോട് ചോദിച്ചിട്ട് ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം. കാരണം എന്തായാലും നമ്മൾ നാട്ടിൽ വന്നിട്ട് FNG എക്സാം എഴുതണം. കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും റിസർച്ച് പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിദേശത്തോട്ട് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ CV-യിൽ ആഡ് ചെയ്യാൻ പറ്റും റിസർച്ച് പബ്ലിക്കേഷൻസ്. ഉം, ഉം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്നേ ചിന്തിച്ചിരുന്നു. അങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ 2 തവണ ഞാൻ പബ്ലിഷ് ചെയ്തു. ഞാൻ റിസർച്ച് ചെയ്തു. അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു 2 വർഷം അടുപ്പിച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി ഡിപ്ലോമ ആയിട്ട് ഒരു ഇന്ത്യൻ അവിടെ കിട്ടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹോൾ റഷ്യയിൽ കിട്ടുന്ന സെക്കൻഡ് ഡിഗ്രി ഡിപ്ലോമയാണ്. അത് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ അതിൽ റഷ്യൻ സ്റ്റുഡൻസ് ഉണ്ട്, ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് അസിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ സീനിയർ ആയിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു. കാരണം ഞാൻ ഗ്രാജുവേറ്റ് ആവാൻ പോകുന്ന സമയത്താണ് റിസർച്ചിലോട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അത് റഷ്യൻ റിസർച്ച് പബ്ലിക്കേഷൻസിലൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലൈക്ക് വന്ന ടൈമില് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുന്ന്. അപ്പൊ ഈ വന്ന ടൈമിൽ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഈ ഫോറിനേഴ്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ എന്തെങ്കിലും അപ്രോച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു വന്ന ടൈമിൽ അവരായിട്ട് ജെൽ ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുത്തോ? ഇല്ല. റഷ്യൻസ് എല്ലാവരും നല്ല വെൽക്കമിങ് ആണ്. ഉം, നമ്മള് നമുക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവര് നമ്മളോട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പെരുമാറുന്നു. പക്ഷെ അല്ല. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാന്നുണ്ടെങ്കില്, ഞാൻ ചെന്ന സമയത്ത് എഡ്യൂക്കേഷൻ വൈസ് വേറെ പറയാം. ഞാനൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് പറയാന്നുണ്ടെങ്കില്, ഞാൻ ചെന്ന സമയത്ത് ടീമിൽ മൊത്തം റഷ്യൻസ് ആണ്. ഉം, ഉം. അപ്പോൾ അവർക്ക് എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് റഷ്യൻ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് അവർക്ക് എപ്പോഴും ഞാനൊരു സ്ട്രേഞ്ചർ ആയിരിക്കും. കാരണം ഞാൻ അവരായിട്ട് എത്രത്തോളം മിങ്കിൾ ചെയ്യാൻ നോക്കിയാലും ഞാൻ ഇംഗ്ലീഷേ പറയുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് പറഞ്ഞത് എപ്പോഴും ഞാൻ ലാംഗ്വേജ് പഠിക്കണം എന്നൊരു വാശിയിൽ ഞാൻ എങ്ങനെയൊക്കെയോ ലാംഗ്വേജ് പഠിച്ചെടുത്തു. പഠിച്ചെടുത്ത് കഴിഞ്ഞ് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഉം, ഉം. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, വെൽക്കമിങ് ആണ്, അവർ ഭയങ്കര ഓപ്പൺ ആണ്. അവര് അവര് നമ്മളോട് യാതൊരുവിധ പ്രശ്നങ്ങളോ യാതൊരുവിധ എന്താ പറയാ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരാണ് ഉം, അവിടെ ഉം, ഉള്ളത്. ഉം. നമ്മൾ ഇന്ത്യൻസിന് അവർ ഭയങ്കര വെൽക്കമിങ് ആണ്. അവർക്ക് നമ്മളെ കൾച്ചർ, ട്രഡീഷൻ, നമ്മളെ ഫുഡ് എല്ലാതും ഭയങ്കര ഇഷ്ടമാണ്. ഉം, ഉം. നമ്മളവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ജിമ്മി ജിമ്മി എന്നാ പറയാ. ഉം, ഉം. ആ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആ സിറ്റിയിൽ. ഉം, ഉം. കാരണം അവിടുത്തെ ഇന്ത്യൻ ഫുഡ് കാരണം. ഉം. ബട്ടർ ചിക്കൻ, അങ്ങനെ എല്ലാ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. ഓ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആവും. പിന്നെ അവർക്ക് ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. ഉം, ഉം. അതുകൊണ്ട് തന്നെ നമുക്ക് റഷ്യൻ ലാംഗ്വേജ് അറിയെങ്കിൽ അവർ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആവും. ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഒരു ആണ്. ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. യെസ്. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, 12ൽ മാർക്ക് കുറവായതുകൊണ്ടാണ് എബ്രോഡ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് പറഞ്ഞല്ലോ. അപ്പം റഷ്യയിലത്തെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിന് വേണ്ട മെയിൻ മാനദണ്ഡം എന്താണ്? 12ൽ മാർക്ക് കുറവായതുകൊണ്ടല്ല. നമുക്ക് 12ൽ 12th അല്ല ശരിക്കും ഒരു ബേസിക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടാൻ നമുക്ക് നീറ്റിൽ റാങ്കിങ് വരണം. ഉം, ഉം, ഉം. പിന്നെ നാട്ടിൽ പഠിക്കാനുള്ള അഫോർഡബിലിറ്റി വേണം. അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഫാമിലീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്രോഡാണ് കുറച്ചും കൂടി അഫോർഡബിൾ. ഉം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഫ്രണ്ട്സ്, അതേപോലെ തന്നെ എൻ്റെ കൂടെ പ്ലസ് ടു ഒക്കെ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് അവർ ഓൾറെഡി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ഈ യൂണിവേഴ്സിറ്റിയിൽ. ഉം, ഉം. അപ്പോൾ ഞാൻ അവരായിട്ട് അന്വേഷിച്ചു എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അങ്ങനെ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടുത്തെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു തന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റി ലൈഫ്, ക്യാമ്പസ്, അവിടുത്തെ ബേസിക് ആയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്ത് പോവുകയാണ് ഉണ്ടായത്. പ്ലസ് ടു മാർക്ക് പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല മാർക്കുണ്ട്. അതായത് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഇങ്ങനത്തെ സയൻസ് സബ്ജക്ട്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കട്ട് ഓഫിൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. ബട്ട് നമുക്ക് നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. നീറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. നീറ്റ് പാസ്സായിരിക്കണം എന്ന് ചുരുക്കം. നമ്മൾ ഈ എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ് പാർട്ട് ടൈം ജോബ്. ഉം. അപ്പോൾ ഈ MBBS ആണ് പഠിക്കുന്നത്. അപ്പോൾ MBBSന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിരുന്നോ? അതോ ലൈക്ക് അവിടെ ലീഗലാണോ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്? ഞാൻ ചെന്ന സമയത്ത്, അതായത് ഫസ്റ്റ് ഇയറിൽ അവിടെ എന്താ പറയുക, അവിടെ ആരും അങ്ങനെ പാർട്ട് ടൈം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ പാർട്ട് ടൈം ലീഗലൈസ്ഡ് അല്ല, നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷേ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ
നമുക്ക് മനസ്സിലായി ആ സിറ്റിയിൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, ആ കൺട്രിയിൽ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം. അങ്ങനെ എൻ്റെ സെക്കൻഡ് ഇയർ തൊട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, ലാംഗ്വേജ് ഒരു മസ്റ്റ് തിങ് ആണ്. നമ്മൾ ഈ പാർട്ട് ടൈമിന് ചെന്നാലും നമുക്ക് ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചവിട്ടിക്കൂട്ടി സൈഡിലിടും. എല്ലാ എല്ലാ പ്രശ്നങ്ങളും എല്ലാം കൂടി നമ്മളെ തലയിൽ കൊണ്ടുപോയി ഇടും. നമുക്ക് പിന്നെ അതൊരു സ്ട്രെസ് ആയിരിക്കും. കാരണം നമുക്ക് പഠിക്കുകയും വേണം, പാർട്ട് ടൈമും ചെയ്യണം, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ട്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ തൊട്ട് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ കോച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ റഷ്യൻ പഠിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ എഡ്യൂക്കേഷനായിട്ട് നമ്മുടെ മെഡിക്കൽ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് റഷ്യൻ ലാംഗ്വേജ്. അപ്പോൾ എനിക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു പെട്ടെന്ന് തൊട്ട്, ഫസ്റ്റ് ടൈം തൊട്ട് തന്നെ. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം ജോബ് എടുത്തു തുടങ്ങി. ആദ്യം കുറച്ച് ലാംഗ്വേജ് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത നല്ല ചെറിയ ചെറിയ ജോബുകളൊക്കെയാണ് ഞാൻ എടുത്തത്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട്. പിന്നെ പിന്നെ ഓരോ വർഷം കൂടുന്തോറും ഞാൻ പിന്നെ കുറച്ചുകൂടി നല്ല ജോബ് എടുക്കാൻ തുടങ്ങി. തേർഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അറിയുണ്ടായി, ഒരു റഷ്യൻ ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ അതിനൊരു എക്സാം എഴുതണം, മെഡ്സിസ്ട്ര മെഡ്ബ്രാത്ത് എക്സാം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഞാനത് എഴുതി, അത് ക്രാക്ക് ചെയ്തു, അത് പാസ്സായി. അതിന് വൈവ ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്, തിയറി ഉണ്ട്, MCQ ഉണ്ട്. അങ്ങനെ അതിൽ പാസ്സായി. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ തേർഡ് ഇയർ ലാസ്റ്റ് തൊട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യണ്ടായി. ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ സർജിക്കൽ എക്യുപ്മെൻസിൻ്റെ ഒക്കെ ഒരു അസിസ്റ്റ് ചെയ്യണ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അതിനാകുമ്പോൾ നമുക്ക് ഒരുപാട് ലാംഗ്വേജ് സ്കിൽസ് വേണ്ട, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം അവർ പറയുന്നതൊക്കെ. അപ്പോൾ എനിക്കന്ന് അറിയായിരുന്നു, പക്ഷേ നമ്മൾ എത്രത്തോളം അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും ഒരു ഔട്ട്സൈഡറാണ് അവർക്ക്. അപ്പോൾ അവർ ഒരു ചെറിയ ജോബ് തന്നു, അങ്ങനെ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഓരോ കൊല്ലം നല്ല നല്ല ജോബായിട്ട് വർക്ക് ചെയ്തു. ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ഞാനൊരു ECG ടെക്നീഷ്യനായിട്ട് അവിടെ വർക്ക് ചെയ്തു ക്ലിനിക്കിൽ. അപ്പോൾ എൻ്റെ ഫ്രീ ടൈം അനുസരിച്ച്, കാരണം ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ എൻ്റെ ഫ്രീ ടൈമിനനുസരിച്ച് പോകാൻ പറ്റിയൊരു ജോബായിരുന്നു ECG ടെക്നീഷ്യൻ. അങ്ങനെ ECG ടെക്നീഷ്യനായിട്ട് അവിടെ ഓൾമോസ്റ്റ് ഒരു 8-9 മന്ത്സ് വർക്ക് ചെയ്തു. MBBS ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്. കാരണം നമ്മൾ അതും എബ്രോഡ് ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണ സ്ട്രെസ്സ്, പിന്നെ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടാവും പഠിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഈ ഫ്രണ്ട്സും നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, എന്നാലും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റീസും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയാണ്? ഫാക്കൽറ്റീസിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫാക്കൽറ്റീസ് നല്ല വെൽക്കമിങ് ആണ്. പിന്നെ അവർക്ക് അവർ നമ്മൾ സ്ട്രേഞ്ചേഴ്സായിട്ട് കാണുമൊന്നുമില്ല. അവർ ശരിക്കും പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ഒരു സ്റ്റുഡൻറ് എന്നുള്ള റെസ്പെക്റ്റിലായിരിക്കും അവരെപ്പോഴും പെരുമാറുന്നത്. നമ്മൾ തിരിച്ചും അതേപോലെ തന്നെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അവർ നമ്മളെ മാക്സിമം നല്ല റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുകയും ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ HOD ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രാജുവേറ്റ് ആവുന്ന സമയമായപ്പോഴേക്കും നമ്മൾ പ്രൊഫസറോട് പറയാൻ തുടങ്ങി, നമ്മളെ കൂടെ ഒരു റീൽ എടുക്കണം, നമുക്കൊരു മെമ്മറീസ് ബിൽഡ് ചെയ്യാനാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആദ്യം എതിർത്തു. പിന്നെ പിന്നെ നമ്മൾ ആ ഒരു മൊമെൻറ്റിലോട്ട് എത്തിയപ്പോൾ, നമ്മൾ പോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിക്കുക ചെയ്തുള്ളൂ. പുള്ളിക്കാരൻ അപ്പോഴേക്കും റെഡിയായി വന്നു. നമ്മളപ്പോൾ തന്നെ റീൽ എടുക്കുകയും ചെയ്തു. അതൊരു വൈറലാവുകയും ചെയ്തായിരുന്നു നാട്ടിൽ. അർമാദം മൂവിയുടെ സോങ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് ചെയ്തതാണ്. അത് റഷ്യയിൽ ഹിറ്റായി. കാരണം ആ പ്രൊഫസർ അങ്ങനെ അവിടുത്തെ റഷ്യൻ സ്റ്റുഡൻസിനായിട്ട് അങ്ങനെ മിംഗ്ലിങ് കുറവായിരുന്നു. HOD ആണല്ലോ, നമ്മളായിട്ട് അത്രയും മിംഗിൾ ആവുകയും ചെയ്തു. അത് അവിടെയും വൈറലായി, ഇവിടെയും വൈറലായി. അപ്പോൾ അതൊരു മെമ്മറീസ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഐലൻഡിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഈ ഐലൻഡിൽ തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 15 ഹോട്ടൽസ് ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്, 3 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറി ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു 3 സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷൻ സെറ്റാക്കി തരും അവർ. നമ്മളവിടെ ഒരു കൊല്ലം നിൽക്കണം. പിന്നെ അക്കോർഡിംഗ് ടു ദി മാർക്ക്, നമുക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് അനുസരിച്ച് നമുക്ക് പിന്നെയുള്ള ഇയറിൽ നമുക്ക് അവർ ഹോട്ടൽസ് തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് മാർക്ക് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാലയാക്സ് എന്ന് പറഞ്ഞിട്ടൊരു അയാക്സ് ഉണ്ട്, ഒരു ആർക്ക് ഷേപ്പ്, ഒരു നമ്മളെ ഐലൻഡ് തന്നെ ഒരു ആർക്കാണ്. നമ്മളൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തന്നെ ഒരു ആർക്ക് ഷേപ്പാണ്. അതിലാണ് നമ്മൾ ഈ മാലയാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഹോട്ടൽസ് ഉള്ളത്. അതൊരു ഹോസ്റ്റൽസ് ആണ്, ഹോട്ടൽസ് അല്ല. അവർ അവിടെ അവരവിടെ താമസിപ്പിക്കും. പിന്നെ ഹോട്ടൽസിനെ കുറിച്ച് വേറെ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമെല്ലാം വെൽ എക്യുപ്പഡ് ആണ്, നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, വാഷിംഗ് ഫ്രീ ആണ്. പിന്നെ കിച്ചൺസ് എല്ലാ ഫ്ലോറിലും നമുക്ക് 2 കിച്ചൺ വെച്ചിട്ട് എല്ലാ ഫ്ലോറിലും ഉണ്ട്.
2 കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ സംഭവങ്ങളും സ്റ്റൗവ് എല്ലാ വലിയ കിച്ചൺസ് ഒക്കെയാണ്. ചെറിയ കിച്ചൺസ് അല്ല. നമുക്ക് നമ്മുടെ റൂമിൽ കിച്ചൺസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഏത് സമയം വേണമെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഫുഡ് നന്നായിട്ട് മിസ് ചെയ്യും. കാരണം നമുക്ക് ഈ നാട്ടിലെ ഫുഡ് അവിടെ കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുക്ക് ചെയ്യാൻ പഠിക്കും. അപ്പോൾ പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലൊരു ഷെഫായിട്ട് എന്തൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചു? ഓൾമോസ്റ്റ് എല്ലതും അറിയാം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടായിട്ടുള്ള കുക്കിംഗാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള കുക്കിംഗ് അല്ലല്ലോ. ഉം, ഉം. അപ്പോൾ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കും. എല്ലാവരും അത് ചെയ്യും. നമ്മളത് കുക്ക് ചെയ്യും. അങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പലതും ഫ്ലോപ്പായി പോവും. പലതും പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കും. റഷ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് നാളായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് റഷ്യൻ വോർ എന്നൊക്കെ. അപ്പോൾ അത് എത്രത്തോളം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട്? വാർ എന്ന് പറയുന്നത് ഞങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഉം, ഉം. കാരണം ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ മോസ്കോയും ഞാൻ നിൽക്കുന്ന സിറ്റിയുടെ പേര് വ്ളാഡിവോസ്റ്റോക്ക് എന്നാണ്. ഉം, ഉം. അപ്പോൾ ഈ മോസ്കോ ടു വ്ളാഡിവോസ്റ്റോക്ക് ഫ്ലൈറ്റ് തന്നെ 9.30 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട്. അതായത് 9 മണിക്കൂറോളം, ഓൾമോസ്റ്റ് 10 അവർ ലാൻഡിങ്ങിന് വരും. 10 മണിക്കൂറോളം ഫ്ലൈറ്റ് ട്രാവലിംഗ് ഉള്ള ഒരു സിറ്റിയാണ് വ്ളാഡിവോസ്റ്റോക്ക്. അതായത് ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗം ഒട്ടും ഹിറ്റ് ചെയ്യുന്ന സ്ഥലമല്ല. വാർ ഹിറ്റ് അങ്ങനെ സംഭവമേ അവിടെ ഇല്ല. പിന്നെ നമ്മൾ ബാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സാങ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡിനൊക്കെ കുറച്ച് വില കൂടി. ഇപ്പോൾ അത് അതേപോലെ തന്നെ ഡ്രോപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സിറ്റിയിൽ. പിന്നെ പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം നമ്മൾ സേഫായിട്ട് വെക്കും. എന്ത് തന്നെ പ്രശ്നം വന്നാലും നമുക്ക് തരുന്ന ഒരു സേഫ്റ്റി, അത് അവർ എപ്പോഴും കൺസേൺ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വ്ളാഡിവോസ്റ്റോക്കിൽ. പിന്നെ നമ്മൾ ഐലൻഡിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. ഒരു സ്ഥലത്ത് അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഐലൻഡ് അല്ല. നമ്മളൊരു ഐലൻഡ് ആണ്. പക്ഷെ അതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവിടെ അവരായിട്ടുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ മിലിറ്ററി ഉണ്ട്, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഫയർഫോഴ്സിന്റെ എല്ലാ ഇതും ഉണ്ട്, പോർട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പ്രീവിയസ് പോഡ്കാസ്റ്റിൽ വന്ന ഡോക്ടർ പറഞ്ഞത് അവർ കഡേവേഴ്സ് വെച്ചിട്ടാണ് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ്? കഡാവേഴ്സ് വെച്ചിട്ടാണോ പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ? കാഡാവേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടേണ്ട ഒരു ഫസ്റ്റ് എക്സ്പോഷറാണ് ഈ കാഡാവേഴ്സ്. നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഇയറിലെല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് അവിടെ ഷോക്കേസ്ഡ് ആയിട്ടുള്ള ഒരു കഡാവർ ഉണ്ട്. അനാട്ടമി ലാബ് ഉണ്ട്. ആ ലാബിൽ തന്നെ എല്ലാ സ്പെസിമെൻസും, അതിൻ്റെ കൂടെ തന്നെ വലിയൊരു കഡാവർ നമുക്ക് അവിടെ ഉണ്ട്. റഷ്യയിൽ പല ക്രായിസ് ഉണ്ട്. ക്രായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പ്രിമോസ്കി ക്രായ് ആണ്. അവിടുത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഡാവേഴ്സിനോട് കുറച്ചും കൂടി റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു റൂൾസാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്കേസ്ഡ് ആയിട്ടുള്ള ഒരു കഡാവർ കാണിച്ചു തരും. നമുക്ക് ഒരുപാട് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനൊന്നും പറ്റില്ല. കാരണം ഒറ്റ കഡാവറാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതൊരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമുക്ക് തേർഡ് ഇയർ ആകുമ്പോൾ പാത്തോ അനാട്ടമി എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ പാത്തോ അനാട്ടമിയിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഓട്ടോപ്സി, എന്താ പറയുക, ഫോറൻസിക് സർജൻസ് ആയിരിക്കും. അപ്പോൾ അവർ നമ്മളെ ഫസ്റ്റ് ക്ലാസ് തന്നെ നമ്മൾ ഓട്ടോപ്സിയിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 വീക്കിൽ ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അസൈൻ ചെയ്ത 7 പേര് നമ്മൾ ക്ലാസ്സിന് പോകും. ഡബിൾ ഇതായിട്ടാണ് പോവുക. ഹാഫ് ഓഫ് ദി ഗ്രൂപ്പായിട്ടാണ് പോവുക. അപ്പോൾ ഒരു സീനിയർ സർജൻ ഉണ്ടാവും, ഒരു അസിസ്റ്റൻറ്റ് സർജൻ ഉണ്ടാവും, പിന്നെ ഈ 7 പേരും കൂടി ബോഡിയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ ആ ബോഡി മരിച്ചു പോയതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളെ കൊണ്ട് അവർ പറയിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യിപ്പിച്ച് നമ്മൾക്ക് അപ്പം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അപ്പം പഠിക്കും. കാരണം അത് ഒരു ബോഡിനോട് ചെയ്യുന്ന തെറ്റല്ല. നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. നമ്മളൊരു സീനിയർ സർജൻ്റെ നേതൃത്വത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആ സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവരോട് ക്ലിയറും ചെയ്യാം. അനാറ്റമിക്കലി നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ പഠിക്കണമെങ്കിൽ പഠിക്കാം. ലാംഗ്വേജ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ്? ഇംഗ്ലീഷിലാണോ? അത് റഷ്യനിലാണോ? ഫാക്കൽറ്റീസ് ഒക്കെ ഏത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ലാംഗ്വേജിൻ്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിപ്പിക്കുന്ന മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. കംപ്ലീറ്റ്ലി ടോട്ട് ഇൻ ഇംഗ്ലീഷ്. എല്ലാ വർഷവും ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പലർക്കുള്ള ഒരു മിസ്കൺസെപ്ഷനാണ്. അതായത് 3 വർഷം വരെ ഇംഗ്ലീഷിൽ, പിന്നെ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇപ്പോൾ റഷ്യയിൽ ഇല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ചില്ല. അപ്പോൾ 6 വർഷവും ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത്.
പക്ഷേ നമുക്ക് തേർഡ് ഇയർ തൊട്ട് ക്ലിനിക്കൽ സബ്ജക്ട്സ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേഷ്യൻസിനോട് സംസാരിക്കണം, പേഷ്യൻസിനോട് ഇൻറ്ററാക്ട് ചെയ്യണം, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ എന്തായാലും റഷ്യൻ ലാംഗ്വേജ് പഠിക്കണം. ഇപ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്ട്സ് വൈസ് നമ്മൾ ഓരോ ബിൽഡിങ്ങിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ റഷ്യൻ ലാംഗ്വേജിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ എല്ലാ എല്ലാ വർഷവും നമുക്ക് 5th ഇയർ വരെ റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ വെൽ നോൺ ടീച്ചേഴ്സിനെ വെച്ചിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. നന്നായിട്ട് ഇംഗ്ലീഷും അറിയാവുന്ന, നന്നായിട്ട് റഷ്യനും അറിയാവുന്ന ടീച്ചേഴ്സിനെ വെച്ചിട്ട് നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് ഫാക്കൽറ്റി ടീച്ചേഴ്സ് അല്ല, ലാംഗ്വേജിന് മാത്രമായിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ട് അവർ നമുക്ക് നന്നായിട്ട് ലാംഗ്വേജ് പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് ഇയറിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് പേഷ്യൻസിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺവെർസേഷൻ ചെയ്യാനും നമുക്ക് അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അത്ര തന്നെ. നമുക്ക് ലാംഗ്വേജ് പരമായിട്ടൊരു കാര്യങ്ങളും ചെയ്യില്ല. നമ്മളെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ഈസി ആയിട്ട് പഠിക്കാം. ഈസി ആയിട്ട് പഠിക്കുന്നതോട് കൂടെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഫാക്കൽറ്റീസിനോട് സംസാരിക്കാനാണെങ്കിലും പേഷ്യൻറ്റിനോട് സംസാരിക്കാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 6 വർഷമായല്ലോ റഷ്യയിൽ. ഈ ഒരു 6 വർഷം കൊണ്ട് ലൈക്ക് പേഴ്സണൽ ഡെവലപ്മെന്റിന് എത്രത്തോളം റഷ്യ എന്ന് പറഞ്ഞൊരു കൺട്രി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നല്ലൊരു ക്വസ്റ്റ്യനാണ് മാം ചോദിച്ചത്. കാരണം നമ്മൾ ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് +2 അതേപോലെ തന്നെ റിപ്പീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മെച്യൂരിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡെവലപ്ഡ് ആയിരിക്കില്ല, നമ്മൾ ഡെവലപ്പിംഗ് ആയിരിക്കും. നമ്മൾ പല ഫാമിലീസിൽ നിന്നും പല ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. ഒരുപാട് പാമ്പറിങ് കിട്ടിയിട്ടുള്ള കുട്ടികളാവാം, ഒരുപാട് പാമ്പറിങ് കിട്ടാത്ത കുട്ടികളാവാം, സെൽഫായിട്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്ന കുട്ടികളാവാം. അപ്പോൾ എല്ലാ കുട്ടികളും കൂടി ഇനി അങ്ങോട്ട് വന്ന് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്ക് എന്താ പറയുക, ഡിസിഷൻസ് എടുക്കാനും സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും സെൽഫായിട്ട് ഓരോരോ കാര്യങ്ങൾ തീരുമാനം എടുക്കാനും ഒക്കെ അവർ മെച്യൂരിറ്റി വൈസ് ഈ 6 വർഷം കൊണ്ട് അവർ നന്നായിട്ട് ഡെവലപ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന പ്രൊഫഷൻ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രൊഫഷനാണ്. നമുക്കൊരിക്കലും മെഡിസിൻ ലൈഫ് ഈസി ആയിരിക്കില്ല. എഡ്യൂക്കേഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മൾ എക്സാംസിന് പഠിക്കണം. പിന്നെ കുറച്ച് സ്ട്രെസ്ഫുൾ ആണ് എഡ്യൂക്കേഷൻ. ബട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം കൂടി ആവുമ്പോൾ നമ്മളൊരു പൂർണ്ണ രൂപമായിട്ട് തിരിച്ചു വരിക എന്നൊക്കെ പറയില്ലേ, അതേപോലെ കുറച്ച് മെച്യൂർഡ് ആയിട്ട് കുറച്ച് ഡെവലപ്ഡ് ആയിട്ട് ആൾക്ക് നാട്ടിൽ തിരിച്ചെത്താം. നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ MBBS പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിക്കുന്ന ടൈമിൽ തന്നെ സർജറീസിനൊക്കെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം റഷ്യയിൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് സർജറീസിലൊക്കെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? ഫെഫുവിൽ, അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ നേഴ്സിൻ്റെ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്ന്. അത് മാറ്റി വെച്ചിട്ട് തന്നെ അത് പറയാം. കാരണം നമുക്ക് ഓരോ ഫാക്കൽറ്റീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൈനക്കോളജി സബ്ജക്റ്റ്, അതേപോലെ തന്നെ പീഡിയാട്രിക്സ്, അതേപോലെ ഓർത്തോപീഡിക്സ്, അങ്ങനെ ഏത് ഫാക്കൽറ്റി ആവട്ടെ, ക്ലിനിക്കൽ സബ്ജക്റ്റ് ഏതും ആയിരിക്കട്ടെ, സർജിക്കൽ സബ്ജക്റ്റ് ആവട്ടെ, നമുക്ക് ടീച്ചേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ടീച്ചേഴ്സിന് നമ്മളെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സർജറി അസിസ്റ്റ് ചെയ്യാൻ വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ജസ്റ്റ് ആദ്യം വന്ന് ഒബ്സർവ് ചെയ്യാൻ പറയും. അങ്ങനെ നമ്മൾ 3-4 വട്ടം ഒബ്സർവർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ നമ്മളോട് ഓക്കെ കം ഓൺ ഫോർ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അസിസ്റ്റൻസിന് വിളിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഫെഫുവിലുണ്ട്. കാരണം നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ സർജറീസ് റഷ്യയിൽ ബാക്കി മറ്റു ഹോസ്പിറ്റലിലൊന്നും നടക്കാത്ത സർജറീസ് നമ്മളെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ഡാവിഞ്ചി എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ റോബോട്ടിക് സർജറീസ് ഒക്കെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അസിസ്റ്റ് ചെയ്യാനും അത് കാണാനും പിന്നെ വേറെ ഏത് ഫാക്കൽറ്റി സർജറി ആയിക്കോട്ടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഓർത്തോപീഡിക്സിൽ നമ്മൾ 65+ സർജറീസ് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആർത്രോസ്കോപ്പി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എപ്പോഴും ഫെഫ് ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് ലാംഗ്വേജ് അറിയായിരുന്നു, അവർക്ക് ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഒരു +1 പോയിൻ്റ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് അവർ വിളിക്കുക. അപ്പോൾ ഞാൻ ചെന്നു, ഞാനങ്ങനെ പിന്നീട് 65 സർജറീസ് അസിസ്റ്റ് ചെയ്തു. ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ തിരിച്ചെത്തി നമ്മൾ ക്ലിനിക്കൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഈ സർജറി ആയിരിക്കില്ല, പക്ഷെ നമുക്കതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും നോളേജും എല്ലാം നമുക്ക് റിയൽ ലൈഫിലോട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡിസീസിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചാലേ നമുക്ക് ഈ സർജറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ ക്ലിനിക്കൽ അതായത് ഔട്ട് പേഷ്യൻ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഔട്ട് പേഷ്യൻ്റ് ഡിസീസസ് എല്ലാം സർജറി അല്ലാത്തതായിരിക്കും. അപ്പോൾ നമുക്ക് ഔട്ട് പേഷ്യൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് പഠിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഐ മീൻ ഈ സർജറി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആണല്ലോ. ഈ നാട്ടിലെത്തുന്ന സമയത്ത് ക്ലിനിക്കൽ സബ്ജക്ട്സ് എല്ലാം മുന്നേ ഉള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 50 സർജറീസൊക്കെ ഓരോ ഫാക്കൽറ്റീസിൽ നമ്മൾ അസിസ്റ്റ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നോളജ് തറവായിരിക്കും. നമുക്കത് ഔട്ട് പേഷ്യൻറ്റിൽ ക്ലിനിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ MBBS പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ റഷ്യയിൽ MBBS പഠിച്ചിട്ടുള്ള കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന് 2 വശമുണ്ട്. നമ്മൾ പുറത്ത് പോയി പഠിക്കുന്നത് നമുക്ക് ഒരിക്കലും നോളേജ് ഇല്ലാഞ്ഞിട്ടോ നമുക്ക് അതിനുള്ള കാലിബർ ഇല്ലാഞ്ഞിട്ടോ അല്ല. നമുക്ക് ആ സമയത്ത് നമുക്ക് എൻട്രൻസിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഫീസ് ആയതുകൊണ്ട് കയറി പോകുന്ന കുട്ടികളുമാണ് അബ്രോഡിലോട്ട് അധികം പോവാറ്. പിന്നെ ചില്ലാവാൻ വേണ്ടി കുറേ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അവരൊക്കെ അതേപോലെ അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ IMGസിന് അതായത് നാട്ടിൽ പഠിക്കുന്നവർക്ക് നമ്മളോട് ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ പുച്ഛമൊക്കെ ഉണ്ട്. കാരണം അവരിവിടെ 5 ഇയേഴ്സ് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ 6 ഇയേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഒരു കൊല്ലം 6 മാസത്തോളം നാട്ടിൽ വന്നിരുന്ന് എവിടെയും പോകാണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് എക്സാം എഴുതി അത് പാസ്സാവണം. അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തെ ഇന്റേൺഷിപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 7 ഇയേഴ്സ് ആവും നമ്മൾ പഠിച്ചിറങ്ങി വരുമ്പോഴേക്കും. അവരാ സമയം കൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു കളിയാക്കലുകളൊക്കെ ഉണ്ട്. പക്ഷേ റെസ്പെക്ട്ഫുൾ ആണ് അവർ. കുഴപ്പമൊന്നുമില്ല. തിയറി വൈസ് നമ്മളാണ് കുറച്ചും കൂടി നോളജ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അവർ നല്ല റെസ്പെക്ട്ഫുൾ ആണ്. അപ്പോൾ ഡോക്ടർ സ്പോർട്സ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതർ ദാൻ സ്പോർട്സ് അവിടെ വേറെ എന്തൊക്കെ എന്റർടൈൻമെന്റ്സ് ആണുള്ളത്? നമുക്കവിടെ എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ നമുക്ക് നാട്ടിൽ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മൂവീസ്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോയിരുന്ന് കാണുക റിലീസിങ് മൂവി കാണുക. അതൊക്കെ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മൂവീസ് എല്ലാം നമ്മളവിടെ നമ്മളായിട്ട് തന്നെ ആ സിനിമ അവിടെ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എംപുരാൻ അവിടെ റിലീസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആവേശം. അപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ ആവേശം, മഞ്ഞുമൽ ബോയ്സ്, പിന്നെ അതേപോലെ തന്നെ തമിഴ് മൂവീസ്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല നല്ല മൂവീസ് എല്ലാം അവിടെ റിലീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നാട്ടിൽ ആ ഒരു എന്താ പറയുക ലെഷർ ടൈം നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ കിട്ടുന്ന എൻജോയ്മെന്റ്സ് ആണ് ഈ മൂവീസ് എല്ലാം. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നമ്മളവിടെ ഇറക്കുന്നുണ്ട്. ബോയ്സിന് പൊതുവെ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവിടെ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റാറുണ്ടോ? എങ്ങനെയാണ് അവിടെ ട്രാവലിംഗ്? പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ യൂസ് ചെയ്യാറ്? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ യൂണിവേഴ്സിറ്റി ഒരു ഐലൻഡിലാന്ന്. അപ്പോൾ ഈ ഐലൻഡായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ട്. വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് കേബിൾ ബ്രിഡ്ജാണത്. റഷ്യയുടെ ഉള്ള. അപ്പോൾ നമ്മൾ അതിലൂടെയാണ് സിറ്റിയിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഒരു 35 റൂബിൾസ് അതായത് നാട്ടിൽ തന്നെ ഒരു 36 റുപ്പീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ആ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യാം. നമുക്ക് അത് സിറ്റി പോവാം, തിരിച്ച് വരാം. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാക്സിമം നമുക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. അതല്ലാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സിറ്റി ഒരു വ്ളാഡിവോസ്റ്റോക്ക് എന്ന സിറ്റി ഒരു അറ്റത്താണുള്ളത്. റഷ്യയുടെ ഒരു അറ്റത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയാണ് റഷ്യയുടെ വൺ ഓഫ് ദി ലാർജസ്റ്റ് പോർട്ട് സിറ്റി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് റഷ്യയിലോട്ട് വരുന്ന എല്ലാ ടൊയോട്ട കമ്പനീസിൻ്റെ കാറ് എല്ലാം നമ്മളെ സിറ്റിയിലൂടെയാണ് വന്നു പോകുന്നത്. നമ്മളെ സിറ്റിയിൽ നിന്നാണ് ബാക്കിയുള്ള റഷ്യയിലെ ബാക്കി എല്ലാ സിറ്റിയിലോട്ടും ഇത് വിൽക്കുന്നത്. നമ്മളെ സിറ്റിയിൽ ഇത് നല്ല ചീപ്പായിട്ട് കിട്ടും. നമ്മളെ സ്റ്റുഡൻസ് എല്ലാം നല്ല ചീപ്പായിട്ട് നല്ല വെഹിക്കിൾ അവിടുന്ന് മേടിച്ചിട്ട് അങ്ങനെ അവരത് മേടിച്ച് അത് യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ ട്രാവലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെ സിറ്റി ഒരു അറ്റത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിയർ ബൈ കൺട്രീസിലോട്ടാണ് നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യാൻ പ്രിഫർ ചെയ്യാറ്. ജപ്പാനിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ സിയോളിൽ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചൈന ബോർഡർ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അങ്ങനെ കുറേ ഓപ്ഷൻസാണ് ഉള്ളത്. വേറെ യൂണിവേഴ്സിറ്റീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സിറ്റീസ് സറൗണ്ടിങ്സിലുണ്ട്. നമ്മളെ സിറ്റിയിൽ സറൗണ്ടിങ് ആയിട്ട് ഒരു സിറ്റി ഇല്ല. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ നമ്മൾ കൺട്രി വൈസ് ആണ് ട്രാവൽ ചെയ്യാറ്. കോവിഡ് കാരണം കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഇപ്പം എല്ലാം ഓപ്പൺ ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാജുവേറ്റ് ആവാറായപ്പോഴേക്കും ഓൾമോസ്റ്റ് ഓരോ വെക്കേഷനിലായിട്ട് നമ്മൾ ഓരോ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് ഒരു ഹാപ്പി ആയിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികളൊക്കെ റിലീജിയസ് വാല്യൂസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളായിരിക്കും. അപ്പൊ അവിടെ അതൊക്കെ അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ ഏതൊരു റിലീജിയൻ ആയിക്കോട്ടെ, നമുക്ക് അവിടെ റഷ്യയിൽ ഇപ്പോൾ ഫെഫു ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് അതിനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. നമുക്ക് ഫ്രൈഡേയ്സ് ആണെങ്കിൽ ഇപ്പോൾ മോസ്കിൽ പോകാൻ മോസ്ക് ഉണ്ട്, അതേപോലെ തന്നെ സൺഡേ പോകാൻ ചർച്ച് ഉണ്ട്, നമുക്ക് ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്. നമുക്ക് ഏതൊരു റിലീജിയൻ ആയാലും പോകാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ നമ്മൾ പോയാൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഡിപ്പെൻസ്, ആൾക്കാരനുസരിച്ചിരിക്കും. ഹെവി സ്നോഫോളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പോവാൻ. പക്ഷെ നമ്മൾ മാക്സിമം സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും പോകാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ റീസെന്റ്ലി ആണ് റമദാൻ കഴിഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ റമദാൻ എക്സ്പീരിയൻസ് ഒക്കെ? 6 വർഷത്തെ റമദാൻ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ഫുഡ് നമ്മൾ സ്വയം കുക്ക് ചെയ്യുന്നതാണല്ലോ. ഉം, ഉം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ഫണ്ണും ഉണ്ട്, ബുദ്ധിമുട്ടുകളും ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് വന്ന് കുക്ക് ചെയ്യണം. നോമ്പും കൂടി ആകുമ്പോൾ ഒരാളൊന്നും ഒരിക്കലും ആയിരിക്കില്ല കുക്ക് ചെയ്യുക, എല്ലാവരും കൂട്ടത്തോടെ ആയിരിക്കും കുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് കുക്ക് ചെയ്യും, ഫണ്ണാക്കി എടുക്കും. അതുപോലെ തന്നെ നോമ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു 17 to 18 ഹവേഴ്സാണ് ഫാസ്റ്റിംഗ് വരുന്നത്. ഉം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല, തണുപ്പാണ്, നന്നായിട്ട് വിശക്കും. പക്ഷെ നമുക്കൊരു അവിടുത്തെ ഒരു സ്ട്രഗിളിൽ പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അതെല്ലാം. ഓക്കെ ഡോക്ടർ. അപ്പൊ നമ്മളൊരു റാപ്പിഡ് ഫയർ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡോക്ടർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ അതിന് ആൻസർ പറഞ്ഞു. ഓക്കെ, ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഉം. ഹാർഡസ്റ്റ് എക്സാം അറ്റൻഡഡ്. തെറാപ്പി എക്സാം. ഓക്കെ. ഫേവറേറ്റ് പ്ലേസ് വിസിറ്റഡ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം? ആ സിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. നമുക്ക് ഈ യൂറോപ്യൻ എന്താ പറയുക, ആ ഒരു ബിൽഡിംഗ് വൈസ് ഉള്ള ഒരു ഭംഗിയാണെങ്കിൽ നമ്മൾ സെൻറ്റ് പി പോയാൽ മതി. ഈ റഷ്യയിൽ മോസ്കോയിലും ഉണ്ട്, പക്ഷേ ആ ഒരു സിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. സിറ്റീൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിലൂടെ നമുക്ക് ബോട്ടിൽ ട്രാവൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ് അറിയപ്പെടുന്നത് ദ ലോസ്റ്റ് സിറ്റി എന്നാണ്. അതായത് നമ്മൾ ആ സിറ്റി ചെന്ന് എങ്ങോട്ട് പോയാലും നമ്മൾ ലോസ്റ്റ് ആയി പോകും. കാരണം എല്ലാ ബിൽഡിങ്സും ഒരേപോലെ ഇരിക്കും. ഞാൻ ചെന്നിട്ട് അവിടെ ലോസ്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. പിന്നെ നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫിനോമിന ഉണ്ട്. അത് ഞാൻ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അള്ളാ ഇൻ ഫ്യൂച്ചർ എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് സെൻറ്റ് പിന്ന് അടുത്ത് തന്നെയാണ് സ്ഥലം. ഫേവറേറ്റ് പ്ലേസ് ഇൻ യൂണിവേഴ്സിറ്റി. 2 പ്ലേസ് ഉണ്ട്. ഒന്ന് എൻ്റെ റൂം, പിന്നെ ഒന്ന് യൂണിവേഴ്സിറ്റി ട്രെയിനിങ് ഗ്രൗണ്ട്. ഓക്കെ, ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോൾ സ്ഥലം. ട്രെയിനിങ് ഗ്രൗണ്ട്. ഓക്കെ. ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട്. ട്രാൻസ്ഫിസിയോളജി. അതെന്താ? അത് ബ്ലഡ് റിലേറ്റഡ് സബ്ജക്റ്റ് ആണ്. ബ്ലഡിൻ്റെ എല്ലാ കമ്പോണൻസ് ഒക്കെ പഠിപ്പിക്കുന്ന. നമുക്ക് നാട്ടിൽ ആ സബ്ജക്റ്റ് ഇവിടെ ഇല്ല. നമുക്കത് അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് അവിടെ പഠിപ്പിക്കുന്ന. ബ്ലഡ് ലോസ് വരുമ്പോൾ എത്രത്തോളം ബ്ലഡ് കൊടുക്കണം, എത്ര കമ്പോണൻസ് കൊടുക്കണം, അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ്. അതിന് കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ. പബ്ലിക് ഹെൽത്ത് പോലെ തന്നെ കുറച്ചും കൂടി കാൽക്കുലേഷൻസ് വരുന്ന സബ്ജക്റ്റ് ആണ് ട്രാൻസ്ഫിസിയോളജി. ഫേവറേറ്റ് മെമ്മറി. ഫേവറേറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ നേരത്തെ ചോദിച്ചല്ലോ മേറ്, നമുക്ക് ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ 6 വർഷം കൊണ്ട് നമ്മൾ അവിടുന്ന് അതിന് ശേഷം എന്താ പഠിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇയർ നമ്മളെല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അടിച്ച് പൊളിക്കും. സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഓൾമോസ്റ്റ് ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാം സ്പ്ലിറ്റ് ആവും. പിന്നെ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഫൈനൽ ഇയറിലായിരിക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും നോ മാറ്റർ വാട്ട് എന്താ പ്രശ്നം എന്നൊന്നും നോക്കാണ്ട് എല്ലാവരും കൂടി ലാസ്റ്റ് അടിച്ച് പൊളിച്ച് ഒരു ഇവൻ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് എല്ലാവരും അവരുടെ സ്പീച്ച് എല്ലാം പറഞ്ഞ് എല്ലാവരും മെമ്മറബിൾ ആയിട്ട് ആസ് എ ഫ്രണ്ട്സ് നമ്മൾ പിരിയുന്ന ഒരു സന്ദർഭമാണ്. അതാണ് ഏറ്റവും ഫേവറേറ്റ് മെമ്മറി അവിടുത്തെ. ഓക്കെ. ഫേവറേറ്റ് സബ്ജക്ട് ആൻഡ് ടീച്ചർ. ഫേവറേറ്റ് സബ്ജക്ട് ഓർത്തോപീഡിക്സ്, ടീച്ചർ നെയിം നത്താലിയ ഇവാനോവ്ന സ്ട്രുഷ്കീന. ഇതൊരൊറ്റ ടീച്ചറാണ്. ആണോ? ഓക്കെ. അവർക്ക് 3 പേരുണ്ട്. ഓക്കെ. ഫേവറേറ്റ് റഷ്യൻ ഫുഡ്. 2 ഫുഡുണ്ട്. ഒന്ന് ബോർഷ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പാണ്. പിന്നെ റഷ്യൻ സാലഡ്, ഒലീവിയ സാലഡ്. വാട്ട് ഡു യു മിസ് ദ മോസ്റ്റ്? ക്യാമ്പസ് ലൈഫ്. ക്യാമ്പസ് ലൈഫ്. റഷ്യയിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ബേസിക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ വേണ്ടി വരുന്ന ഒരു എക്സ്പെൻസ് എത്രയായിരിക്കും മന്ത്ലി? ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഞാൻ എൻ്റെ ഒരു ഇത് പറയാം.
അതായത് നമുക്ക് എൻ്റെ ഹോസ്റ്റൽ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ മന്ത് 3,500 റൂബിൾസ് ആണ്. ഓക്കെ. ഈക്വാലന്റ് ടു ഇന്ത്യൻ റുപ്പീസ് 3,500 റുപ്പീസ്. അപ്പോൾ അഫോർഡബിൾ ആണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, വെൽ മെയിൻറ്റെയിൻഡ് റൂംസ്, നമുക്ക് ഫ്രീ ആയിട്ട് വാഷിങ്ങും റൂം ക്ലീനിങ് സർവീസ് എല്ലാം ഫ്രീ ആണ്. പിന്നെ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അവർക്കെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 50,000 നമ്മൾ നാട്ടിൽ നിന്ന് അയച്ചാലും അത് തികയില്ല. പക്ഷേ എനിക്കറിയാവുന്ന ആൾക്കാർ 8,000 12,000 മിനിമൈസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 10,000 ഒക്കെ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മിനിമം ആവറേജ് എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് റഷ്യയിൽ തന്നെ ബൈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ദ സ്വീതാന്യ.